ഓസ്ട്രേലിയൻ പെട്രോളിംഗ് ജെറ്റിന് നേരെ ചൈനയുടെ ആക്രമണം നടന്നിരിക്കുന്നു. ഇത് ഓസ്ട്രേലിയ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്ന ഈ വിവരം. ബീജിങ്ങിനെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചതായും ഓസ്ട്രേലിയ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ P-8A വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും ജീവനക്കാർ സുരക്ഷിതരാണ് എന്നും ഓസ്ട്രേലിയൻ അധികൃതർ അറിയിക്കുന്നു. എന്നാൽ ചൈന പറയുന്നത് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള ഏത് കടന്നുകയറ്റത്തിനെതിരെയും തക്കതായി തങ്ങൾ പ്രതികരിക്കും. തങ്ങളുടെ പരമാധികാരം ലംഘിക്കാൻ ഈ വിമാനങ്ങൾ, തങ്ങളുടെ വ്യോമാതിർത്തി ഈ വിമാനങ്ങൾ ലംഘിച്ചപ്പോഴാണ് തങ്ങൾ അവയെ തുരത്തി ഓടിച്ചത് എന്ന് ചൈനയുടെ സദാൻ തിയേറ്റർ കമാൻഡർ എയർഫോഴ്സ് വക്താവ് കേണൽ ലീ ചിയാൻ പറയുകയുണ്ടായി. തർക്കമുള്ള ചില ദ്വീപുകളുണ്ട് ഈ ദക്ഷിണ ചൈന കടലിടുക്കിൽ. ആ ദ്വീപുകൾക്ക് മുകളിലൂടെയാണ് ഈ ഇത്തരത്തിലൊരു നിരീക്ഷണ വിമാനം ഓസ്ട്രേലിയ പറത്തിയത്. ഇതിന് നേരെയായിരുന്നു ചൈനയുടെ ആക്രമണം. ഇത് ആദ്യമല്ല ഓസ്ട്രേലിയൻ വിമാനങ്ങൾക്ക് നേരെയുള്ള ചൈനയുടെ ഈ ഒരു ആക്രമണം. ഇതിനു മുൻപ് UN സുരക്ഷാ കൗൺസിലിൽ പങ്കെടുത്ത ഓസ്ട്രേലിയൻ വിമാനത്തിന് നേരെ കൊറിയൻ തീരത്ത് വെച്ചും ചൈനയുടെ ഫൈറ്റർ ജെറ്റുകൾ ഇത്തരത്തിൽ പെരുമാറിയിരുന്നു. ഏതായാലും ഈ അടുത്ത ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപിനെ കാണുവാനായിട്ട് ഓസ്ട്രേലിയൻ പ്രതിനിധികൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ വൈറ്റ് ഹൗസിലേക്ക് എത്താനിരിക്കുകയാണ്. ചൈനയുടെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഏതായാലും ചൈനയുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.